ഇന്നലെയോ മറ്റോ ഒരു ഉസ്താദാണ്, അയാൾക്ക് എന്തോ കടം കയറിയിട്ട് പ്രയാസമായിട്ട് അയാൾ ഒരു സ്ഥലത്ത് ബൈക്കിരിക്കുന്നു, മംഗലാപുരത്താണ് കണ്ടാണ്. എന്തൊരു അവസ്ഥയാണ് പടച്ചോനെ, അള്ളാഹുവേ. ഒരു മനുഷ്യന്റെ, അതായത് നമ്മൾ ഈ ഇങ്ങനെയൊക്കെ മരിക്കുന്ന ആളുകളെ പറ്റി വിശ്വദാലിസ്മ തങ്ങൾ എന്താ പറഞ്ഞത്? ആത്മഹത്യ ചെയ്യാൻ പാടില്ല, ആത്മഹത്യ വലിയ കുറ്റാണ്, ആത്മഹത്യ വലിയ വലിയ കുറ്റാണ് ആത്മഹത്യ ചെയ്യാനേ പാടില്ല. ഇനി ഒരാൾ ആത്മഹത്യ ചെയ്തു, അപ്പോൾ അയാൾ മോശമായിട്ട് മരിച്ചു എന്ന് നമ്മൾ പറഞ്ഞ് സംസാരിക്കാൻ പാടില്ല. നമുക്കറിയില്ല എൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കറിയില്ല. ഒരു മനുഷ്യൻ, കാരണം അയാൾക്ക് ചിലപ്പോൾ ആ സമയത്ത് അയാൾക്ക് ബോധം ഉണ്ടാവില്ല. അയാൾ ഇങ്ങനെ ഇരുന്ന മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഒരു നിമിഷം മതി അവൻ്റെ ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചു പോകാൻ. അയാളുടെ കടത്തെപ്പറ്റി അയാൾ ആലോചിച്ച് ടെൻഷനായിട്ടുണ്ടാവും. അപ്പോൾ അയാൾക്ക് പരിസരബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അയാൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടുണ്ട്, അയാൾ ചെയ്തിട്ടുണ്ടാവും. അയാൾ സ്വബോധത്തോടെ നമ്മൾ അയാളെ പറ്റി വിശ്വസിക്കുന്ന എന്താ? സ്വബോധത്തോടു കൂടി ഒരിക്കലും അയാൾ അങ്ങനെ ആത്മഹത്യ ചെയ്യില്ല. അപ്പോൾ ഒരു അബോധാവസ്ഥയിൽ അയാൾ അങ്ങനെ ചെയ്തതായിരിക്കാം. മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചു പോയി, പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇന്റേണൽ ഡിപ്രഷൻ ഉണ്ടായിട്ട് ആകെ ബുദ്ധി മറിഞ്ഞു പോയി അയാൾ എന്തോ ചെയ്യും. നമുക്ക് അയാളെപ്പറ്റി നമ്മളെ വിധിക്കരുത്. അയാൾ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ എന്നൊന്നും പറഞ്ഞ് ഒരു മനുഷ്യനെ പറ്റി നമ്മൾ വേണ്ടാതീനം പറയാം. നമുക്കറിയില്ല, ഒരു മനുഷ്യന്റെ കൽബ് നമുക്കറിയില്ല. അല്ലാഹുവേ, സമാധാനമാണ് വലുത്. ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. ഏത് പ്രതിസന്ധി നിർഭരമായ ഘട്ടത്തിലും നീ ഞങ്ങളെ കൈവടിയല്ല റബ്ബേ. അല്ലാ, ഞങ്ങൾക്ക് ഏത് പ്രതിസന്ധി നിർഭരമായ ഘട്ടത്തിലും ഞങ്ങൾക്ക് യഖീനോടെ ഉറപ്പോടെ നിന്നെ തവക്കുലാക്കി, നിന്നിൽ ആ നിലയ്ക്ക് ഞങ്ങളെ നീ കാലുകൾ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. ഞങ്ങളെ പാദങ്ങൾ നീ ചിതറിപ്പിക്കല്ലേ അല്ലാ. ഈ കാണുന്ന മയ്യത്താരെന്നറിയോ? നമ്മുടെയൊക്കെ മക്കൾക്ക് അള്ളാനെ റസൂലിനെ പരിചയപ്പെടുത്തി കൊടുത്ത, ബിസ്മിയും ഹംദും ഒക്കെ അവിടെ കുഞ്ഞിളം നാവ് കൊണ്ട് പഠിപ്പിച്ചു കൊടുത്ത ഒരു മദ്രസാധ്യാപകൻ, കേവലം 11,000 രൂപ മാത്രം ശമ്പളമുണ്ടായിരുന്ന അഷ്റഫ് ഹുസാന്റെ മയ്യത്താണ്. കടക്കണി മൂലം അദ്ദേഹം ആത്മഹത്യ ചെയ്താണ്. ആത്മഹത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളുലയുന്നുണ്ട്. ഇസ്ലാമിൽ കടുത്ത പാപങ്ങളിലൊന്നാണ് ആത്മഹത്യ എന്നുള്ളത്. അതിന് അദ്ദേഹം ഒരുങ്ങി തയ്യാറായത് മറ്റൊന്നുമുണ്ടല്ലോ, ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ മനസ്സിന്റെ നിയന്ത്രണം വിട്ട് അദ്ദേഹം ആത്മഹത്യയിലേക്ക് എടുത്ത് ചാടിയതാണെന്ന് അറിയാൻ കഴിഞ്ഞു. 70% വരുന്ന മതപണ്ഡിതന്മാരുടെ ശമ്പളത്തെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യാറുണ്ടോ? 15,000 താഴെയാണ്. നമ്മൾ വ്യാപകമായിട്ട് മുസ്ലിയാക്കന്മാർ ആത്മീയ ചികിത്സ, ആത്മീയ വാണിഭം എന്നൊക്കെ നമ്മൾ ആക്ഷേപിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇവർ അങ്ങനത്തെ മേഖലയിലേക്ക് പോവുകയും വലിയ തരത്തിൽ മുസ്ലിമീങ്ങൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിന് ആക്ഷേപം ഉണ്ടാകുന്ന തരത്തിലേക്ക് പോയെന്നറിയാമോ? ഇതൊന്നും കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ലെന്ന്. 50 രൂപയുടെ ബിസ്ക്കറ്റിന്, എൻ്റെ മോക്ക് 50 രൂപ, എൻ്റെ സിദറ മോക്ക് 50 രൂപയുടെ ഒരു ബിസ്ക്കറ്റ് മേടിക്കാൻ ചെന്നാൽ 25 രൂപ കൊടുത്തിട്ട് ഇത് ബർക്കത്തുള്ള പൈസയാണ്, ബാക്കി 25 ബർക്കത്താവട്ടെ എന്ന് പറഞ്ഞാൽ കടക്കാരൻ ബിസ്ക്കറ്റ് തരുമോ? ഇല്ല. 50 തന്നെ കൊടുക്കണം. 15 രൂപ ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് ജീവിക്കാം. ശരി തന്നെ, 10,000 രൂപ മതി, അത്യാവശ്യം കറണ്ട് ബില്ലൊക്കെ അടച്ചു പോവാം. ഇതിനിടയിൽ കുട്ടികൾക്ക് രോഗം വരില്ലേ? ഭാര്യയ്ക്ക് രോഗം വരില്ലേ? ഒരു മാസം എത്ര പാമ്പേഴ്സ് വേണം കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ? അതിനിടയിൽ ഭാര്യ പ്രസവിച്ചാലോ, തുടങ്ങി മറ്റു കുടുംബത്തിൽ കല്യാണം ഉണ്ടായാലോ? എവിടുന്നാടോ അവിടുന്ന് മറിച്ച് ഇവിടുന്ന് പിച്ച് പറിച്ചൊക്കെ കൊടുക്കുന്നത്. അടിസ്ഥാനപരമായി ഒരാൾക്ക് ജീവിക്കാൻ പറ്റുന്ന ശമ്പളം കൊടുക്കുന്ന എത്ര മഹലുണ്ട്? നിങ്ങളൊന്ന് അന്വേഷിച്ച്, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള പള്ളിയിലെ മുസ്ലിയാക്കന്മാരുടെ ശമ്പളം നിങ്ങൾ അന്വേഷിച്ചു. ഇത് സങ്കടം വരും. നിങ്ങളൊക്കെ വീട്ടിൽ മീൻ മേടിക്കുന്ന ശമ്പളമുള്ളവർക്ക് 15,000, 16,000, 17,000. ഞാനിപ്പോൾ ഈ ജോലി ചെയ്യുന്ന പള്ളിയിൽ, അതായത് ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10 വർഷം ആയെന്ന് തോന്നുന്നു, അന്ന് മുതലേ 20-ന് മുകളിലെ ശമ്പളം. ഇവിടെ അത്രയും ശമ്പളം, ഉയർന്ന ശമ്പളം കൊടുത്ത മഹലൊന്നുമില്ല. ഇവിടെ മുമ്പേ പോലും ഉയർന്ന ശമ്പളം. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇതൊന്നും നോക്കാൻ ആരുമില്ല. ഇനിയും നിലവിളികൾ ഇനിയും ഉയരും. അപ്പോഴൊക്കെ വാട്സപ്പിൽ നമ്മൾ കുറച്ച് ഉസ്താദന്മാർ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുള്ള നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ വീട്ടിൽ ഭാര്യയും മക്കളും കുടുംബമുണ്ട്. അവരോടൊപ്പം നിന്നിട്ട് മറ്റെന്തെങ്കിലും തൊഴിലിന് പോയി നിത്യവും ഞങ്ങളുടെ മക്കളുടെയും ഭാര്യയുടെയും മുഖമൊക്കെ കാണുന്നതിന് പകരം നിങ്ങളുടെ മഹല്ലത്തിൽ വന്ന് സേവനം ചെയ്ത് നിങ്ങളുടെ മക്കളെ നിങ്ങളെ വാപ്പാന്ന് തന്നെ ഹൃദയം തൊട്ട് വിളിക്കാൻ വേണ്ടി പ്രാപ്തരാക്കുന്നവരാണ് ഞങ്ങൾ ഉസ്താദന്മാർ. നിങ്ങളെ എല്ലാ കാലത്തും ഉമ്മാന്ന് വിളിക്കാൻ പ്രാപ്തരാക്കുന്നവരാണ് ഈ മദ്രസാധ്യാപകർ. സമൂഹത്തിൽ മാന്യമായി വർത്തിക്കണമെന്നും വലിയവരെ ബഹുമാനിക്കണമെന്നും ചെറിയവരോട് കാരുണ്യം കാണിക്കണമെന്നും ഉമ്മാടെയും വാപ്പാടെയും ഉമ്മാടെ കാലിന്റെ ചൂട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞ് നിങ്ങളെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചു തരുന്ന, നിങ്ങളുടെ നേരെ വിരൽ ഉയർത്താൻ പാടില്ല, കൈ ഉയർത്താൻ പാടില്ല എന്നല്ല, എന്ന് പറയാൻ പോലും പാടില്ല എന്ന ധാർമ്മിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന നിങ്ങളുടെ ഉസ്താദ്, നിങ്ങളുടെ പള്ളിയിൽ ഉസ്താദ് കായലിൽ ചാടി മരിക്കണം. നിങ്ങളുടെ മക്കൾക്ക് ബിസ്മി അല്ലാത്ത ബാണ്ടല്ലോ, ആ അക്ഷരം പഠിപ്പിച്ചു കൊടുത്ത, സീന് പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദ് കടക്കണി മൂലം ആത്മഹത്യ ചെയ്യാണ്. വേദന തോന്നില്ലേ? വേദന തോന്നിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മനുഷ്യരല്ല. നിങ്ങൾ ചോദിക്കണമെന്ന് നിങ്ങളുടെ മഹല്ലത്തിൽ ഉസ്താദിന്റെ ശമ്പളം എത്രയാണ്? എത്ര പേര്
ഒരു വീട് കിനാവ് കാണാൻ കഴിയില്ല. ഒരു വീട് കിനാവ് കാണാൻ കഴിയില്ല. ഞാനിപ്പോൾ ഈ സമീപ മഹലായി മുല്ലാത്തുളപ്പിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ വാപ്പാടെ വാപ്പ ഉമ്മാർ മരണപ്പെട്ടപ്പം എൻ്റെ വീടിൻ്റെ പഴയകാല അവസ്ഥ കണ്ടിട്ട് അവിടുത്തെ ജനങ്ങൾ കരഞ്ഞിട്ടാണ് എനിക്ക് വീടുണ്ടായത്. അല്ലെ, എനിക്ക് ഇവിടുന്ന പൈസ. ഇങ്ങനെയൊക്കെ ഓരോ ഉസ്താദന്മാരുടെ വീട്ടിൽ നമ്മളിങ്ങനെ അണിഞ്ഞൊരുങ്ങി നടക്കുമ്പോൾ ഇവരൊക്കെ വിചാരിക്കുന്നത് എന്താ, ആള് നല്ല സമ്പന്നനാണെന്നാ. നമ്മുടെ ഓരോരുത്തരുടെ വീടിൻ്റെ അവസ്ഥ അകത്തേക്ക് വരണം, അവരുടെയൊക്കെ അവസ്ഥ കാണും. ഓരോ ഉസ്താദന്മാരുടെ വീട്ടിലൊക്കെ നിങ്ങൾ പോയി നോക്കൂ. പക്ഷേ അൽഹംദുലില്ലാ ഞങ്ങളൊക്കെ ഇസ്സത്തോടുകൂടി ജീവിക്കുന്നുണ്ടോ. നല്ല ആഹാരം, നല്ല വസ്ത്രമൊക്കെ ധരിച്ച് റാഹത്താണ് നടക്കുന്നത്. ഞാൻ പറയാണ്, ഇതിനിടയിൽ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ പരിശുദ്ധമായ റമദാൻ മാസം വരുമ്പോൾ മാത്രമാണ് ഒരു 50,000 രൂപ 60,000 രൂപ ഒന്നിച്ച് കിട്ടുന്നത്. അല്ലാതെ ഇപ്പോൾ ഇവിടുന്ന് കിട്ടാനാ. മറ്റുള്ളവർക്ക് സീസൺ പണിയെങ്കിലും ഉണ്ട്. നമ്മുടെ ആകെപ്പാടെ സീസൺ വർക്ക് എന്ന് പറയുന്നത്, സീസൺ പണി എന്ന് പറയാൻ പറ്റുന്നത് ഈ റമദാൻ. ഇങ്ങനെ എത്ര മനുഷ്യർ, ഇതിനൊന്നും അറുതി വരത്തില്ല, ഇതിനൊന്നും മാറ്റം വരത്തില്ല. പള്ളികൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. മുക്കിന് പള്ളികൾ വരും, 1000 സംഘടനകൾ ഉണ്ടാകും. പക്ഷെ ഉസ്താദന്മാരുടെ പ്രശ്നങ്ങൾ തൊടത്തില്ലത്. ഞാൻ മുമ്പ് സേവനം ചെയ്തൊരു മഹലിൽ ഞാൻ പോകുമ്പോൾ 12,000 രൂപ ഈ എടുത്തു. അയാളെ കണ്ടപ്പോൾ കുറെ മുമ്പ് കേട്ടോ, അയാളെ കണ്ടപ്പോൾ ഇപ്പോഴും 12,000 ശമ്പളമാണ്. എന്നെ അലിഫും ഭാവം പഠിപ്പിച്ച എൻ്റെ നാട്ടിൽ എൻ്റെ മഹലിലെ ഖത്തീബ്, അദ്ദേഹം അവിടെ ജോലി ചെയ്യിക്കുന്ന സമയത്ത് ഞാൻ മുത്തഅല്ലിമല്ല. ഞാൻ ഓതി ഇറങ്ങിയപ്പോൾ ഞാൻ മേടിക്കുന്ന ശമ്പളം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കണ്ണ് നിറഞ്ഞു പോയി. ഈ അടുത്ത സമയത്താണ് അദ്ദേഹത്തിന് 15,000 രൂപ ശമ്പളം, 17,000 രൂപ ശമ്പളമായത്. എത്ര കൊല്ലം മുമ്പ് ഞാൻ മേടിക്കാൻ തുടങ്ങി 17,000 രൂപ. ഇതാണോ അവസ്ഥ? പിന്നെ കുറച്ച് ഒച്ചപ്പാടും ബഹളവും കുറച്ചൊക്കെ ശബ്ദത്തിലേക്ക് ഓതാൻ കഴിയുന്നവർക്കൊക്കെ നല്ല ശമ്പളമാണ്. ഒരു മഹല്ലത്തിൻ്റെ നട്ടൽ എന്ന് പറഞ്ഞ ഇവിടുത്തെ മദ്രസ അധ്യാപകൻ, ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുന്ന ഉദ്ധരിക്കുന്നതിന് മദ്രസ അധ്യാപകൻ, അവന് വെറും 4,000 ഉളുവ ശമ്പളം കൊടുക്കുന്ന 5,000 ഉളുവ. മനസ്സിലായ? ഇത്രയേ ഉള്ളൂ ശമ്പളം. ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല, കാരണം ഈ വികാരാധീനായി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നു പേടിച്ചിട്ട് ഞാൻ വിടുകയാണ്. നമുക്ക് ഈ വിഷയത്തിൽ എനിക്കൊരു പ്രതീക്ഷയില്ല. ഈ വിഷയത്തിലൊന്നും നമ്മൾ RSSകാർക്ക് മറുപടി പറയാൻ നടക്കുന്നു, ഫാസിസ്റ്റ് ഏരിയ നടക്കുന്നു, ഭയങ്കര ചർച്ചയാണ് ഇവിടെയൊക്കെ. മുസ്ലിയാക്കന്മാരുടെ വിഷയങ്ങൾ പറയാനും അവരുടെ അവസ്ഥ പറയാനും അങ്ങനത്തെ ചർച്ചയൊന്നും വേണ്ട. ഉസ്താദ് ഫാസിസ്റ്റ് സൗകര്യമില്ലായിരിക്കുകയാണ്. ഇനി പറയുന്നില്ല, ആ വിഷയം നിർത്തി. എന്തിനാ സംഘപരിവാറിനെ പറയുന്നത്? അവർ നമുക്ക് എന്ത് ദ്രോഹം ഉണ്ടാക്കുന്നു? അതാ ഇസ്ലാമിന്റെ അകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് മതി ബാക്കിയുള്ള പ്രശ്നം പരിഹരിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾ തീരുമാനം എടുക്കണമെന്നേ. എത്ര മഹൽ നിങ്ങളുടെ നാട്ടിലുള്ള മഹൽ ഉസ്താദന്മാരെ ശമ്പളം ചോദിച്ചു സങ്കടം കൊണ്ട് പറയാണ്. ഞമ്മക്കൊക്കെ ഓൺലൈൻ സംവിധാനവും മറ്റു പല മാർഗങ്ങളിലൂടെ പൈസ കിട്ടാനുണ്ട്, പല വഴികളുണ്ട്. ഇവിടുത്തെ പാവപ്പെട്ട ഉസ്താദന്മാരുടെ അവസ്ഥ അറിയാൻ അവരുടെയൊക്കെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് പോയാൽ അള്ളാഹുവിനെ സത്യം നെഞ്ചു പൊട്ടി നമ്മൾ കരഞ്ഞു പോകും. ഇവർ ഈ പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഒരുങ്ങി അത്രയൊക്കെ തേച്ച് നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു കുഴപ്പമില്ലെന്നാ. അങ്ങനല്ല, ഇത് പഠിക്കണം. ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മഹല്ലത്തിലെ ഉസ്താദന്മാർക്ക് അടിസ്ഥാനപരമായി കൈകൂപ്പി പറയണം, ശമ്പളം ഒന്ന് കൂട്ടി കൊടുക്കണേ. ഇതിലും വലുത് പറയാനില്ല. അതുകൊണ്ടാണ് ഇന്നലെ 30 താരീഖിക്ക് അഷ്റഫ് മാലിക്കി ഉറുമന, ഈ ഒരു ഉസ്താദ് ഉറുമന ചൊല്ലുമ്പോൾ ഞങ്ങളെ ദേർലക്കട്ടൽ മുട്ട നാട്ടക്കളുടെ മുട്ട ഉള്ളനക്കത്തെ ഒരു പ്രദേശമായിട്ട് ഇക്കട് അയാൾ ഔത്തര ഈ ഉസ്താദ് പള്ളിക്ക് ചെന്നിട്ട് ഈ ആക്റ്റീവ് എടുത്തിട്ട് പുറത്തായത് അങ്ങ ആ ഭാഗത്ത് പള്ളിക്കും എത്തിയിട്ടില്ല ആള്. പിന്നെ ഇന്നലെ റിപ്പോർട്ട് കിട്ടിയത് നിങ്ങൾക്ക് ഗുരുപ്പുറ സേത്തുവൽ അയാൾ ഉസ്താദിന്റെ ഗാഡി വെച്ചിട്ടുണ്ട്, ഉസ്താദ് അവിടെ ഇല്ല. അപ്പം തന്നിക്ക് തുള്ളിരണ്ടുള്ള ഒരു റിപ്പോർട്ടായിട്ട് ഇക്കടെ ഇന്നലെ വന്നത്. പക്ഷേ ഇതിൻ്റെ അതിലെ ആ റിപ്പോർട്ടർ സത്യാവസ്ഥ വന്നിട്ട് ആ ഉസ്താദിന്റെ ഡെഡ് ബോഡി ആയിട്ട് ഇക്കട് തന്നിൽ കിട്ടിപ്പോയത്. അള്ളാഹു താല പരലോക വെളിച്ചാക്കി കൊടുക്കട്ടെ, ബർസഖിയ ജീവന സന്തോഷത്തിലും റാഹത്തിലുമാക്കി അള്ളാഹു കബൂലാക്കട്ടെ. ഞാൻ എന്താ ഈ ഒരു വീഡിയോയിൽ പലക്ക് പറയോ ഉദ്ദേശിച്ചത് ചെന്നെങ്കിൽ പിരിസത്തെ മോമിനികളെ, ഈ ഒരു ഉസ്താദ് ഇങ്ങനത്തെ ഒരു തെറു സെലക്ട് ആക്കിയതിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും ഒരു ഒരു വലിയൊരു വിഷയം ഇതിൽ വലിയ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അയാൾ ആക്കിയ തപ്പുര ഞാൻ ഒരിക്കലും എന്താക്കില്ല, സമർത്ഥിച്ചോണ്ടില്ല. അതൊരിക്കലും തീരാ. എല്ലാത്തും നിങ്ങൾക്ക് പരിഹാരം ചെന്നിട്ടുണ്ടോ? എത്രയോ വലിയ ദുഃഖ ബേജാറല്ല ഈ ദുനിയാവിൽ ബറു. അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ, മുഅ്മിൻ്റെ ജയിലായിട്ടിക്കട് ഈ ഒരു ദുനിയാവുണ്ടായിട്ടിക്കട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പാട്ടിയത്. അപ്പം ചമ്മ ദുഃഖ ബേജാർ കൊസി ഇതെല്ലാം ദുനിയാവിൽ വേണ്ടത്. ശാശ്വതമായ കൊസി കിട്ടണമെങ്കിൽ അത് സ്വർഗത്തിലേക്ക് എത്തണം. അപ്പം എത്രയും വലിയ ബേജാറ് ദുഃഖം ഒന്നല്ലെങ്കിൽ ഒന്ന് പരിഹാരം ചെന്നിട്ടുണ്ടോ? ആ പരിഹാരം നിങ്ങൾ കണ്ടെത്തുവാനായിട്ട് നിങ്ങൾ ട്രൈ ആക്കണേ. പുറത്തു ഇത്തരത്തിലുള്ള തീരുമാനത്തിൽ ഒരിക്കലും ആണും പെണ്ണും ചെറിയങ്ങും വലിയങ്ങ് ആരും നിങ്ങൾ തയ്യാറാവോ തീരാണ്ട് ഈ ഒരു വിഷയത്തിൽ ഈ വീഡിയോ ഞാൻ ഒരു സന്ദേശമായിട്ട് ചെന്നുകൊണ്ടുള്ള. പിന്നെ ഇങ്ങനത്തെ ഒരു ഉസ്താദ് ഇങ്ങനത്തെ ഒരു കാര്യമാക്കിയിട്ട് ചെല്ലുമ്പോൾ ചമ്മാൽമാർ അതിലെന്തില്ല പഠിച്ചൊരു ഉസ്താദായിട്ടേ ഇങ്ങനെ ആക്രമാ ചെന്നിട്ട് എന്തും ആരും വലിയ വലിയ വിഷയം പലക്ക് പറയുക പോകണ്ട. ഞാൻ ചൊന്നല്ലേ ആ ഉസ്താദ് ആക്കിയ തപ്പറ ഒരിക്കലും ഞാൻ സമർത്ഥിക്കില്ല. അതൊരു തപ്പേ ആരും ആക്കോ തീരാത്തനക്കത്തെ തപ്പോ ആയി പോയിട്ടാ തപ്പു. അപ്പം ഞങ്ങൾ ആരും ആയാലും എന്തിനത് ഉസ്താദ് അങ്ങനെ എന്ത് പലക്കോ പറയുക പോകണ്ട. നിങ്ങൾക്ക് ഒന്നും നിങ്ങൾക്ക് ഇതിൽ പഠിക്കുക
എന്തുകൊണ്ടോ അയാളോട് പഠിച്ച ഉസ്താദായിട്ട് പോലും ലാസ്റ്റ് ഇങ്ങനായി പോയിട്ടുണ്ടായെങ്കിൽ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിട്ടെങ്കിൽ പഠിച്ചോനെ ഞങ്ങളെല്ലാം അവസ്ഥ എന്തിനാവൂ ഞങ്ങളെ നീ സലാമത്താക്ക് പഠിച്ചോനെ ചെന്നിട്ട് ഞങ്ങൾക്ക് ദ്വാരക്കാവറത്തു അങ്ങനെ ഇങ്ങനെ ചെന്നിട്ട് ഈ ഉസ്താദുമാരെ ഇങ്ങനെ 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 ചെന്നിട്ട് ഞങ്ങൾ പൽക്ക പറഞ്ഞിട്ട് വലിയ വലിയ ആളാകും ഞങ്ങൾ പോകത്തീര കാരണം എന്താ മൗത്തുണ്ടുള്ളത് ഹക്കായിട്ടിക്കട് നാനും നിങ്ങളും എല്ലാവരും ഒരു നാൾ മരിക്കണം ആ മരിക്കരുത് എന്തുകൊണ്ട് നക്കല്ലാവും ഇങ്ങനത്തെ കണക്കാക്കിയിട്ട് ഇക്കാല ചെന്നിട്ടു ഞങ്ങൾ ഏത് ധൈര്യത്തിൽ ചെല്ലോ അതുകൊണ്ട് ഞങ്ങൾ എന്തിനാക്കണോ ആ ആക്കിയതിൽ വലിയ ആളായിട്ട് അതെതിരെ മുന്നിട്ട് വലിയ ആളവരെ ബദലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയിപ്പോയിരല്ലേ പഠിച്ചോനെ അയാൾക്ക് നീ പുറത്തു കൂടുകൊണ്ട് ഞങ്ങളെ ബായിൽ പറഞ്ഞു അതിലൊട്ടിയ ഇത്തരത്തിലുള്ള പ്രകരണത്തിൽ പാഠം പഠിച്ചിട്ട് എന്തിനയാൾക്ക് സംഭവിച്ചു പോയ തപ്പ അത് ഞങ്ങളുടെ ഭാഗത്താവാത്ത പോലെ ആക്കിയിട്ട് എത്രയേ കഷ്ട ബേജാറ് ദുഃഖം വന്നെങ്കിലും ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കുന്നത് ഒരിക്കലും ശരിയല്ല ഒന്നല്ലെങ്കിൽ ഒന്ന് പരിഹാരം നിങ്ങൾ കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിയിട്ട് ആ പരിഹാരത്തെ ബാക്കിൽ പോയിട്ട് നിങ്ങൾ നല്ലാവണം അങ്ങനത്തെ തീരുമാനം എടുക്കുമായിട്ട് ഞങ്ങളെ കൊണ്ട് സാധിക്കണം അള്ളാഹു നിങ്ങൾക്ക് തോഫീക്ക് തരട്ട് ആ ഉസ്താദ് അള്ളാഹു പരലോക വെളിച്ചാക്കി കൊടുക്കുമാറാകട്ട് ആ ഉസ്താദിന്റെ കുടുംബത്തിന് ക്ഷമിക്കുള്ള വലിയ ക്ഷമ അള്ളാഹു തആല കൊടുത്തനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ